ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ വാർത്ത. എന്നാൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് തള്ളുകയായിരുന്നു. രാഹുലിനെതിരെ കേസോ പരാതിയോ ഇല്ല എന്നതായിരുന്നു ന്യായീകരണം. പാർട്ടിക്കോ നിയമപരമായോ യാതൊരു പരാതിയും പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. എവിടെയും ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആയതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എംഎൽഎ സ്ഥാനം രാജിവെക്കണം. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ പ്രത്യേകമായി ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല. കോൺഗ്രസ് പാർട്ടി നേതൃത്വം സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. അതുവഴി തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി അംഗവും അദ്ദേഹത്തിന് ഇപ്പോൾ തുടർന്ന് ലഭ്യമല്ല എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു രാജി ഉണ്ടാകുമോ എന്നുള്ള ചർച്ചകളാണ് ഉയർന്നു വന്നിരുന്നത്. പക്ഷേ രാജിയിലേക്ക് പോകാതെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അതായത് ഇനി പാർട്ടി പ്രതിനിധി എന്ന തരത്തിലേക്ക് ഒരു ഫോറത്തിലും പങ്കെടുക്കാൻ കഴിയില്ല. നിയമസഭയിലും അദ്ദേഹം പാർട്ടി പ്രതിനിധിയായി ആകില്ല. അദ്ദേഹം പങ്കെടുത്താൽ പോലും സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ പങ്കെടുത്താൽ പോലും ആ തരത്തിലേക്ക് ആകില്ല. അതായത് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുമ്പോഴും അദ്ദേഹം എംഎൽഎ ആയി തുടരും. അതിൻ്റെ എല്ലാ പരിരക്ഷകളും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. ഒരു മുഖം മിനുക്കുന്ന നടപടി, തന്ത്രപരമായ നടപടി എന്ന് വേണ്ടേ ഇതിനെ വിശേഷിപ്പിക്കാൻ? സലിം. ഗുഡ് ഈവനിങ് അനുജ. തീർച്ചയായും തന്ത്രപരമായ മുഖം മിനുക്കുന്ന നടപടിയാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ സംഭവവികാസങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു നിർണായകമായ നിലപാടെടുത്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഒരു ടീമിനെ നയിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു വി.ഡി. സതീശൻ്റെ നിലപാട്. അത് രാജി ആവശ്യമായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉയർത്തുകയും ചെയ്തത്. പക്ഷേ അതിനു പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ടീമിനെ ഇനി പ്രതിപക്ഷ നേതാവിനെ നയിക്കേണ്ടി വരില്ല എന്ന നിലയിലൊരു തന്ത്രപരമായ നീക്കം കൂടിയാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇതോടുകൂടി സ്വതന്ത്ര എംഎൽഎ ആയി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റിയതോടുകൂടി ഒരു സ്വതന്ത്ര എംഎൽഎ ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയിരിക്കുന്നു. മാത്രമല്ല UDFന്റെ ബ്ലോക്കിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റണമെന്ന സ്പീക്കർക്ക് കത്തും നൽകും. അതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ ആയി തുടരുമെങ്കിലും അത് UDFന്റെ എംഎൽഎ ആയിട്ടല്ല നിലവിൽ തുടരുന്നത്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തരത്തിൽ എംഎൽഎ ആയി സംരക്ഷിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് അതിലെ മറ്റൊരു വാസ്തവം. അതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് എംഎൽഎ സ്ഥാനം രാജിവെക്കുന്നതിൽ പല ആലോചനകളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവിനൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഈ രാജി എന്ന ആവശ്യമായിരുന്നു ഉയർത്തിയിരുന്നതെങ്കിൽ പോലും മറ്റ് പല നേതാക്കളും, പ്രത്യേകിച്ചും KPCC അധ്യക്ഷനും പാർട്ടിയിലെ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ 3 പേരും പറഞ്ഞത് അത്തരത്തിൽ നടപടി വേണ്ടതില്ല, രാജി വേണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും കോൺഗ്രസിനെ ആ തീരുമാനത്തിൽ നിന്നും പുറകിലേക്ക് നയിക്കുകയായിരുന്നു. കാരണം BJP ഉപതെരഞ്ഞെടുപ്പിന് സമ്മർദ്ദപ്പെടുത്തില്ല എന്നൊരു നിലയിലുള്ളൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. അതും ഒരു കെണിയാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അങ്ങനെ പറഞ്ഞ് രാജിവെപ്പിച്ചതിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിന് സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള തന്ത്രമാകാം BJP പ്രയോഗിക്കാൻ പോവുക എന്നുള്ളതാണ് കരുതിയത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ BJP ജയിക്കുകയും ചെയ്താൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കനത്ത തിരിച്ചടി കോൺഗ്രസിന് അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു തീരുമാനത്തിൽ നിന്നും പുറകിലേക്ക് പോയത്. അപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ചോദിക്കേണ്ടത് രാജിയെക്കുറിച്ച് ആരാണ് ആലോചിച്ചത്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്നത്. യഥാർത്ഥത്തിൽ ഈ മുതിർന്ന നേതാക്കൾ, അത് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹം ഇനി തുടരരുത് ജനപ്രതിനിധിയായി എന്ന നിലപാട് തന്നെ സ്വീകരിച്ചവരല്ലേ? ഒരുപക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള ഭീതിയാകില്ലേ ഇങ്ങനെയൊരു നിലപാട് മാറ്റത്തിലേക്ക് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? സലിം. തീർച്ചയായും പാർട്ടി ഫോറങ്ങളിൽ ആ നിലപാട് തന്നെയാണ് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഇരുവരും സ്വീകരിച്ചത്. രാജി എന്നുള്ള നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചത്. അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇരുവരും സമ്മതിക്കാത്തതിന് പലവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, പാർട്ടി ഫോറത്തിൽ നടക്കുന്ന ചർച്ചയാണ്, അത് പുറത്തു പറയേണ്ടതില്ല എന്നുള്ളതാണ്. അതിനും അപ്പുറത്തേക്ക് ഉപതെരഞ്ഞെടുപ്പ് ആശങ്ക തന്നെയാണ്, ഉപതെരഞ്ഞെടുപ്പ് പേടി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതിലും മറ്റ് തർക്കങ്ങളില്ല. കാരണം അത് ഗൗരവത്തിലുള്ള കൂടിയാലോചനകളായിരുന്നു നടന്നിരുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന ചർച്ചകളുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് പുലർച്ചെയും ഇതുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്തി. സസ്പെൻഷൻ നടപടിക്ക് തൊട്ട് മുൻപ് വരെയും പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചന നടത്തുകയായിരുന്നു. ഇപ്പോൾ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വസതിയിലേക്കാണ്. യുവമോർച്ചയുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. പോലീസ് ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമമാണ് യുവമോർച്ച പ്രവർത്തകർ നടത്തുന്നത്. പോലീസ് ജലപീരങ്കി നേരത്തെ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു.
വലിയ പ്രതിഷേധത്തിലേക്കാണ് യുവമോർച്ച കടന്നിരിക്കുന്നത്. നേരത്തെ അവർ കാളയും ഒക്കെ കൊണ്ടുള്ളൊരു പ്രതിഷേധവും അവിടെ നടത്തുന്നുണ്ടായിരുന്നു. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങളുമായി. അലക്സ്, വലിയ പ്രതിഷേധമാണെന്ന് തോന്നുന്നു. അത് പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുന്നിലാണല്ലേ? അനുജ, രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിൽ, കന്റോൺമെന്റ് ഹൗസിലെ ഔദ്യോഗിക വസതിയിലേക്ക് യുവമോർച്ച പ്രവർത്തകർ എത്തിയത്. അതായത് ഇങ്ങനെയൊരു എം.എൽ.എ പാലക്കാട്ടുകാർക്ക് വേണ്ട എന്നാണ് യുവമോർച്ചക്കാർ, അവർ പ്രതിഷേധക്കാർ പറയുന്നത്. ഇങ്ങനെ ഒരു എം.എൽ.എ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കേണ്ടതില്ല. എം.എൽ.എ എന്ന ബോർഡ് വെച്ച് കേരളത്തിൽ ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ യുവമോർച്ച അനുവദിക്കില്ല എന്ന നിലപാടും അവർ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിഷേധം അവർ സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വസതിക്ക് മുന്നിലാണ്. കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.